ശ്രദ്ധിച്ചു കേൾക്കുക. തമിഴ്നാട്ടിൽ സ്റ്റാലിനെ തോൽപ്പിച്ചതും കേരളത്തിൽ പിണറായിയെ ദയനീയമായി പരാജയപ്പെടുത്തിയതും വിജയും കോൺഗ്രസുമൊന്നുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന SIR എന്ന BJP തന്ത്രമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ രഹസ്യം പുറത്തു വരുമ്പോൾ ഒറ്റ ചോദ്യമാണ് ബാക്കി: കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അറിഞ്ഞുകൊണ്ടായിരുന്നോ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി? ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം രാഹുൽ ഗാന്ധി ഇട്ട പോസ്റ്റാണിത്. അതിൽ രാഹുൽ പറയുന്നത് ബംഗാളിലും അസമിലും നടന്നത് ഒന്നാന്തരം വോട്ട് ചോരിയാണെന്നും അത് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ SIRന്റെ സഹായത്തോടെ നടന്ന വോട്ട് ചോരിയാണ് എന്നുമാണ്. ബംഗാളിലും അസമിലും മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ട് SIR നടത്തിയ സംസ്ഥാനങ്ങളാണ് നമ്മുടെ കേരളവും തമിഴ്നാടും. നിയമസഭയിൽ സ്റ്റാലിനും DMKയും വിജയിക്കാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തമിഴ്നാട്ടിൽ SIR ഉപയോഗിച്ച് വെട്ടിയത് 74 ലക്ഷം വോട്ടുകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം കേരളത്തിൽ തിടുക്കപ്പെട്ടുള്ള SIRൽ വെട്ടിമാറ്റിയത് ഒന്നും രണ്ടുമല്ല, 24 ലക്ഷം മലയാളികളുടെ വോട്ടാണ്. പക്ഷേ SIRന് വോട്ട് ചോരി എന്ന് വിളിക്കുന്ന രാഹുലിന്റെ പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് രമേശ് ചെന്നിത്തല പോളിംഗ് കഴിഞ്ഞ് ഏപ്രിൽ 10 പറഞ്ഞത് ഇതേ SIR കേരളത്തിൽ കോൺഗ്രസിന് സഹായകമായി എന്നാണ്. SIR ഇവിടെ കേരളത്തിൽ സഹായകരമായി. അപ്പോൾ അസമിൽ BJPയെ വിജയിപ്പിച്ച, കോൺഗ്രസിനെ ദയനീയമായി തോൽപ്പിച്ച SIR കേരളത്തിലെ കോൺഗ്രസിന് സഹായകമായെങ്കിൽ ഒന്നുറപ്പാണ്: ഈ അട്ടിമറി നടക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും അറിയാമായിരുന്നു. തമിഴ്നാട്ടിൽ 20 വർഷത്തെ DMK സഖ്യത്തെ വഞ്ചിച്ച് കോൺഗ്രസ് വിജയ്ക്കൊപ്പം പോയതും കേരളത്തിൽ UDF 100-ലധികം സീറ്റ് നേടിയതും BJPയുടെ തന്ത്രമാണ്. ഏറ്റവും ശക്തരായ ശത്രുവിനെ ആദ്യം ഒതുക്കണമെന്ന BJP തന്ത്രം. അതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നമ്മൾ കണ്ടത്. പക്ഷെ പ്രശ്നം അവിടെയല്ല. ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്തു കൊടുത്തതിന് പ്രത്യുപകാരമായി BJP കോൺഗ്രസിനോട് എന്താണ് ചോദിക്കുക എന്നതാണ്. അവർക്ക് കടന്നു കയറാനോ കാര്യമായി സ്വാധീനമുണ്ടാക്കാനോ കഴിയാത്ത ദ്രാവിഡ നാട് തന്നെ അവർ പകരം ചോദിച്ചാലും കോൺഗ്രസ് നേതാക്കൾ കൊടുക്കും. കാരണം ആശയവും നിലപാടുമല്ല, അധികാരമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എന്നത്തെയും ലക്ഷ്യം. ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അവർക്ക് എല്ലാം നൽകിയ സ്റ്റാലിനെയും DMKയും അവർ വഞ്ചിക്കില്ലായിരുന്നു, ചതിക്കില്ലായിരുന്നു, ഇങ്ങനെ യൂദാസിനെ പോലെ ഒറ്റ കൊടുക്കില്ലായിരുന്നു.